ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ പാൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് വീട്ടിൽ തന്നെ നമുക്ക് വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാൽ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ പാൽ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് 2 പൊറോട്ടയാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പൊറോട്ടയുടെ എണ്ണൊക്കെ നമുക്ക് തീരുമാനിക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ കറിയാണ്. ഇപ്പോൾ ബീഫാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലാണ് ഇതിലത്തെ മെയിൻ ഐറ്റം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ 1-ാം പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് പാൽ പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു എന്ന് മാത്രം. ഇനി ഇതിലേക്ക് ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. പൊറോട്ട വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2-3 സ്പൂണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. പൊറോട്ടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് പൊറോട്ടയുടെ അളവിലും ചിക്കൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ 2 പൊറോട്ട വെച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും ലെയറായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും വീണ്ടും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പൊറോട്ട കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പൊറോട്ട വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പിൻ്റെയും തേങ്ങാക്കൊത്തിൻ്റെയും കൂടെ നിങ്ങൾക്ക് നമ്മുടെ സവോള ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്ത് ഇടില്ലേ, അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ എല്ലായിടത്തും ആവണ പോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും പൊറോട്ട. അതുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിലും വാഴയില വെച്ചിട്ട് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് ആവി വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ആവിയൊക്കെ വരാൻ തുടങ്ങി. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ അതിങ്ങനെ തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതൊന്ന് ആവിയൊക്കെ നന്നായിട്ട് പറന്നു പോകുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.